സ്വന്തം ടീമിലുള്ള ഒരുത്തന്റെ കൈ തല്ലിയൊടിച്ചു. നിങ്ങളെ കൊല്ലാതിരിക്കണമെങ്കിൽ 15 മില്യൺ വോൺ തരണമെന്ന് പറഞ്ഞു. ആ തലവന്റെ ആളുകൾ ഇപ്പോൾ ഹീറോയും ഫ്രണ്ട്സിനെയും പിന്നാലെയാണ്. എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഹീറോയും അവനുമായിട്ട് കമ്പനിയായ ആ ഗാങ്ങിലുള്ള ആ പെണ്ണിനെ പോയി കണ്ടു. അയാൾക്ക് കുറെ ഗാങ്സുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നും ആൾ ക്യാഷ് ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന ഒരുത്തരാണ്. പകുതി ക്യാഷെങ്കിലും കൊടുത്ത് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ഗതിയോ ഞങ്ങളെ പോലെ ആകുമെന്ന് പറഞ്ഞു. അതിനിടയിൽ പണക്കാരനായ ബിയോൻസോക്കും അവന്റെ അച്ഛന്റെ വാച്ച് വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയിരുന്നു. അത് കൊടുത്ത് എങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഹാൻസോയും നിനക്ക് തലക്ക് സുഖമില്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞതും ഹീറോയെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. സ്കൂളിൽ പിള്ളേരെ വെച്ചാണ് അവന്റെ എല്ലാ ബിസിനസ്സും. ആദ്യം തന്നെ അവന്റെ ആ ബെറ്റിംഗ് ആപ്പിൽ സ്റ്റുഡൻസിന് ഫ്രീ ആയി 50,000 വിവാൻ കൊടുക്കും. അത് 3 പ്രാവശ്യം വീണ്ടും വീണ്ടും കിട്ടുന്നത് കാണുമ്പോൾ പോയ ക്യാഷ് തിരിച്ചു പിടിക്കാൻ സ്റ്റുഡൻസ് അതിലേക്ക് ക്യാഷ് ഇടും, അവരെ ട്രാപ്പ് ആക്കും, അതിൽ നിന്ന് ലോണും കൊടുക്കും. അത് തിരിച്ചു തരാത്തവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീട്ടിൽ നിന്ന് അവരെ കൊണ്ട് തന്നെ മോഷ്ടിപ്പിച്ച് ആധാരവും കാറും ബൈക്കും എല്ലാം കയ്യിലാക്കി അവന്റെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അവിടേക്ക് പോലീസിനെ എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ അയാളുടെ സങ്കേതത്തിന്റെ അഡ്രസ്സ് പോലും അറിയില്ല. അങ്ങനെ ആൻസോയും നിങ്ങൾക്ക് ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞ് തലവന്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി. ഹീറോ പോലീസിനെ വിളിക്കാൻ പോയി. പക്ഷെ ബിയോൻസോക്കും അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ടാക്സിയിൽ ആ അഡ്രസ്സ് ആൻസോ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് അവിടേക്ക് പോയി. എന്തോ ഡൗട്ട് തോന്നിയ തലവനും അവന്റെ ഫോൺ കാണിക്കാൻ പറഞ്ഞു. അത് കൊടുത്താൽ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തതൊക്കെ കാണും. പക്ഷെ അയാൾ വലിയ സൈക്കോ ആയിരുന്നു. ഒരു കമ്പി വെച്ച് ആ പാവത്തിനെ തല്ലാൻ തുടങ്ങി. ഹീറോ പോലീസിനെ വിളിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞത് രക്ഷപ്പെടാൻ നോക്കിയതും ബിയോൻസോക്കും കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത്. രണ്ടുപേരെയും പിടിച്ച് എവിടേക്കോ കൊണ്ടുപോയി. ഹീറോ പോലീസിനെ എല്ലാം വിളിച്ച് ആ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ കാലിയായിരുന്നു. അവർ അവനെ പ്രാങ്ക് ചെയ്യാണെന്ന് വിചാരിച്ചിട്ടും അവിടെ കയറി ചെക്ക് ചെയ്യാൻ ശരിയായ വാറന്റ് ഇല്ലാത്തത് കൊണ്ടും പോലീസും അവിടെ നിന്ന് പോയി. അവർ രക്ഷപ്പെടുമോ, ഇനി എന്ത് സംഭവിക്കും? കാണാം അടുത്ത പാർട്ടിൽ.